वीणावादिनी महातपस्विनी। ഓം ശാന്തി. മാതേശ്വരി ജി ചെറിയ കുട്ടിയും ജഗത് അംബയും. ബ്രഹ്മകുമാരി ദാദി ജാനകി ജി ഇങ്ങനെ പറയുന്നു: മമ്മി, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ കുമാരക ദാദി, അതായത് പ്രകാശ്മണി ദാദിജിക്ക് മമ്മയോട് ഉണ്ടായിരുന്നത്ര മിത്രത എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രകാശ്മണി ദാദിയും മമ്മയും രണ്ടുപേരും പ്രായത്തിൽ എന്നേക്കാൾ ഇളയവരാണ്. മമ്മ വളരെ ഊർജ്ജസ്വലയായിരുന്നു, ഞങ്ങളിൽ നിന്നും വേറിട്ടവരായിരുന്നു. എന്നാൽ ഓം മണ്ഡലിയിൽ മമ്മയെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ വളരെ ആശ്ചര്യം തോന്നി. മമ്മ വെളുത്ത ഉടുപ്പായിരുന്നു ധരിച്ചിരുന്നത്. മറ്റ് സഹോദരിമാരെ അപേക്ഷിച്ച് മമ്മ തിളങ്ങിയിരുന്നു. ഓം മണ്ഡലിയിൽ വന്നപ്പോൾ തന്നെ മമ്മയുടെ പരിവർത്തനം കണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടവും ആശ്ചര്യവും തോന്നി. ഞാൻ കറാച്ചിയിൽ വന്നപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, നിങ്ങൾ മമ്മയെ കണ്ടോ? ഞാൻ വിചാരിച്ചു ബാബയുടെ പത്നി യശോദാമയെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, കാണുന്നുണ്ട്. എന്നാൽ 2-3 ദിവസത്തിന് ശേഷമാണ് മനസ്സിലായത് മമ്മ എന്ന് ഇവർ പറയുന്നത് ആരെയാണെന്ന്. മമ്മ കേൾക്കുകയല്ല, ജ്ഞാനം തന്നിൽ ഉൾക്കൊണ്ട് കേൾപ്പിക്കുകയാണ്. 1-2 വർഷം കൊണ്ട് മമ്മയിൽ വന്ന പരിവർത്തനം വളരെ വിചിത്രമായ കാര്യമായിരുന്നു. മമ്മയുടെ കണ്ണുകൾ, ശാന്തത, വാക്കുകൾ, വ്യക്തിത്വം ഇവയെല്ലാം അലൗകികമായി പരിവർത്തനപ്പെട്ടിരുന്നു. മമ്മ ജ്ഞാനം കേൾപ്പിക്കുമ്പോൾ ഇങ്ങനെ തോന്നുമായിരുന്നു: മമ്മ കേവലം ബാബ കേൾപ്പിച്ച ജ്ഞാനം കേൾപ്പിക്കുകയല്ല, മറിച്ച് അവയെ സ്വയത്തിൽ ഉൾക്കൊണ്ട ശേഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ഒന്നുകിൽ മമ്മ കുഞ്ച് ഭവനത്തിൻ്റെ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ മുറിയുടെ മുന്നിലെ അങ്കണത്തിലോ കസേരയിലിരുന്ന് നിലാവിൻ്റെ വെളിച്ചത്തിൽ ബാബയുമായി യോഗം ചെയ്യുന്നത് കാണാമായിരുന്നു. മമ്മ തപസ് ചെയ്യുന്നത് കണ്ട് എനിക്ക് വളരെ പ്രേരണ ലഭിച്ചിരുന്നു. മമ്മ മുരളി കേൾപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒരു പ്രതിമയെ പോലെ മുഴുകി ഇരിക്കുമായിരുന്നു. മുരളി 1.5 മണിക്കൂർ ഉണ്ടാവും എങ്കിലും ഞങ്ങളും ഏകാഗ്രതയോടെ ഇരുന്ന് കേൾക്കുമായിരുന്നു. മമ്മയുടെ മുരളി ഇത്രയും പ്രിയപ്പെട്ടതായിരുന്നു എന്ന കാര്യം ചോദിക്കേ വേണ്ട. മുഴുവൻ യജ്ഞത്തിലും നോക്കിയാൽ മമ്മയായിരുന്നു ഏറ്റവും കുറച്ച് സംസാരിച്ചിരുന്നത്. മമ്മയുടെ ഈ ഗുണം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഞാനും വളരെ കുറച്ചേ സംസാരിച്ചിരുന്നുള്ളൂ. അന്തർമുഖതയുടെ ഈ പ്രേരണ ഞാൻ മമ്മയിൽ നിന്നാണ് പ്രാപ്തമാക്കിയത്. മറ്റുള്ളവരോട് വളരെ കുറച്ചേ ഞാൻ സംബന്ധം വെച്ചിരുന്നുള്ളൂ. ദീദിയുമായിട്ട് മാത്രമേ അല്പമെങ്കിലും കൂടുതൽ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ
ഞാൻ ദീദിയോട് പറഞ്ഞു, എനിക്ക് മമ്മിയെ പേടിയാണ് ദീദി. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മമ്മിയുടെ അടുത്ത് പോകുന്നതിന് ഒരു സങ്കോചം ഉണ്ടായിരുന്നു. ഇത് മമ്മിക്ക് മനസ്സിലായി. ഒരു ദിവസം മമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ജനക്, താങ്കൾക്ക് എന്നെ പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു, പേടിയൊന്നുമല്ല, എന്നാൽ കുറച്ചേ സംസാരിക്കാറുള്ളൂ എന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മമ്മ പറഞ്ഞു, ശരി, ഇന്ന് താങ്കളുമായി ആത്മീയ സംഭാഷണം നടത്താം. മമ്മ ഓരോരുത്തരുമായും ഇത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആയിരുന്നു സംസാരിച്ചിരുന്നത്. എല്ലാവരുടെയും മനം നിറയാറുണ്ടായിരുന്നു. മമ്മ പറയുകയല്ല, സ്വയം ചെയ്ത് കാണിച്ചിരുന്നു. മമ്മ പറയാറുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ പാടില്ലെന്ന്. മമ്മയിൽ നിന്ന് രണ്ടാമതൊരു ശിക്ഷണം എടുക്കാത്ത രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ പ്രതിജ്ഞ എടുത്തിരുന്നു. മമ്മ ഒരിക്കലും ഒരു കാര്യവും പറഞ്ഞ് ചെയ്യിക്കുമായിരുന്നില്ല, എന്നാൽ സ്വയം ചെയ്ത് കാണിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിരുന്നില്ല. എന്തെന്നാൽ ലൗകിക ജീവിതത്തിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറില്ലായിരുന്നു. ഓം മണ്ഡലിയിൽ വന്നതിന് ശേഷമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പഠിച്ചിരുന്നുള്ളൂ. മമ്മ 4 മണിക്ക് വന്നു നോക്കുമായിരുന്നു. ആരും എഴുന്നേറ്റിട്ടില്ലെങ്കിൽ പതുക്കെ കോണിപ്പടി ഇറങ്ങി അടുക്കളയിലേക്ക് പോകുമായിരുന്നു. മമ്മ വന്നത് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവർ പറയുമായിരുന്നു, മമ്മ വന്നുപോയി. ഇത് കേട്ട ഉടനെ ഞങ്ങൾ എഴുന്നേറ്റ് പെട്ടെന്ന് തയ്യാറായി മമ്മയുടെ അടുത്ത് പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ മമ്മ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, നോക്കൂ, താങ്കളുടെ ക്ഷേത്രത്തിൽ ഭക്തർ ഉണർന്നിരുന്ന് മണിയടിച്ചുകൊണ്ടിരിക്കുന്നു, താങ്കൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അമൃതവേളയിൽ ഉറങ്ങിയിട്ടില്ല. മമ്മ ഭോജനത്തെ പരമാത്മാ പ്രസാദമെന്ന് മനസ്സിലാക്കി സ്വീകരിച്ചിരുന്നു. ഭോജനം എന്തായിക്കോട്ടെ, എങ്ങനെയുള്ളതാകട്ടെ, മമ്മ ഇതൊന്നും നോക്കാറേ ഇല്ല. എന്തു കിട്ടുന്നുവോ അത് സ്നേഹത്തോടെ സ്വീകരിക്കുമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നില്ല, ഇന്ന് ഉപ്പ് കുറവാണ്, കൂടുതലാണ്, ഇന്നത്തെ കറി നല്ലതാണ്, ശരിയായില്ല എന്നിങ്ങനെ. ആഹാരം കഴിക്കുമ്പോൾ മമ്മ ഒരിക്കലും അവിടെയും ഇവിടെയും നോക്കാറില്ലായിരുന്നു. മിണ്ടാതിരുന്ന് കഴിച്ച് എഴുന്നേറ്റ് പോകും. ആഹാരത്തെ പ്രസാദമായി സ്വീകരിച്ചിരുന്നു. മമ്മയോട് ബാബ എന്ത് കാര്യം പറഞ്ഞാലും കേൾപ്പിച്ചാലും മമ്മ ഒരിക്കലും എന്തുകൊണ്ട്, എങ്ങനെ എന്നിങ്ങനെ ചിന്തിക്കാറേയില്ല. സദാ ജി ബാബ, ഹാൻജി ബാബ എന്ന് പറയുമായിരുന്നു. അത്രയും ബഹുമാനം മമ്മയ്ക്ക് ബാബയെ പ്രതി ഉണ്ടായിരുന്നു. ഞാൻ പൂനെയിലായിരുന്നപ്പോൾ മമ്മ എൻ്റെ അടുത്ത് 3 പ്രാവശ്യം വന്നിരുന്നു. ബാബയുടെ ഓരോ വാക്കിലും മമ്മയ്ക്ക് മുറിയാത്ത വിശ്വാസം ഉണ്ടായിരുന്നു.
ഒരിക്കൽ ആരോ മമ്മയോട് ചോദിച്ചു, മമ്മ, ആദ്യമൊക്കെ ബാബ പറയുമായിരുന്നു, എവിടെയാണോ വിജയം അവിടെ ജന്മം എന്ന്. ഈയിടെയായി ബാബ അതിനെക്കുറിച്ച് ഒന്നും പറയാറേയില്ല. താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ മമ്മ പറഞ്ഞു, എൻ്റെ അഭിപ്രായം എവിടെ നിന്ന് വരാനാണ്? ബാബ എന്ത് പറയുന്നുവോ അത് തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം. മമ്മ ഒരിക്കലും തൻ്റെ ബുദ്ധിയുടെ അഭിമാനം കാണിച്ചിരുന്നില്ല. മനസ്സിനെ വിജയിച്ച പത്മ മനോധാരി മമ്മ. പൂനെയിൽ വെച്ച് തന്നെ ആരോ ഒരിക്കൽ മമ്മയോട് ചോദിച്ചു, മമ്മ, താങ്കൾ എങ്ങനെയാണ് മനസ്സിനെ ശാന്തമാക്കി വെക്കുന്നത്? അപ്പോൾ മമ്മ പറഞ്ഞു, ഈ മനസ്സെന്നു പറഞ്ഞാൽ എൻ്റെ ചെറിയ കുട്ടിയാണ്. ഞാൻ അതിനോട് പറയും, ഇപ്പോൾ നീ ശാന്തമായിരിക്കൂ. അത്യാവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ മനസ്സ് നിശബ്ദമായിരിക്കും. അങ്ങനെയാണ് മമ്മ മനസ്സിനെ വിജയിച്ചത്. കറാച്ചിയിൽ വെച്ച് നടന്ന ഒരു കാര്യമാണ്. മമ്മ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, മമ്മ, ഞാൻ എന്ത് പുരുഷാർത്ഥം ചെയ്യണം? മമ്മ പറഞ്ഞു, സദാ സ്മൃതിയിൽ വയ്ക്കുക, ഇത് എൻ്റെ അന്തിമ സമയമാണ്. ആ ദിവസം മുതൽ ഇന്നേ ദിവസം വരെ മമ്മയുടെ ആ മന്ത്രം ഞാൻ മറന്നിട്ടേയില്ല. ഓരോ നിമിഷവും എൻ്റെ അന്തിമ നിമിഷമാണെന്നും എനിക്ക് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം എന്നും ഗുപ്തയായ സരസ്വതി മാതാവ് മമ്മ ഒരിക്കലും തൻ്റെ ഷോ അല്ലേൽ പ്രദർശനം കാണിച്ചിരുന്നില്ല. മമ്മ എത്ര സേവനം ചെയ്താലും ഒരിക്കലും മുഖത്തിലൂടെ ഇത് പറയുമായിരുന്നില്ല, ഞാൻ ഇത്രയും സേവ ചെയ്തു എന്ന്. മമ്മ 1.5 മാസം ബാംഗ്ലൂരിൽ സേവനം ചെയ്ത ശേഷം പൂനെയിൽ വന്നു. വളരെ അധികം സേവനം അവിടെ ചെയ്തിരുന്നു. എന്നിട്ടും ഇന്ന സേവകൾ ചെയ്തിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞതേയില്ല. മമ്മയെ കൊണ്ടുവരാൻ പോയിരുന്ന ഭായിമാരാണ് കുറച്ചെങ്കിലും പറഞ്ഞത്. ഞങ്ങൾ മമ്മയോട് ഇതേപ്പറ്റി ചോദിച്ചു. അപ്പോൾ മമ്മ പറയുകയാണ്, സേവനം നന്നായിരുന്നു എന്ന് ഇത്രയേ പറഞ്ഞുള്ളൂ. ഇതിൽ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. ഇപ്രകാരം മമ്മ സ്വയത്തെക്കുറിച്ചും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയാറേ ഇല്ലായിരുന്നു. മമ്മ എത്രയും ത്യാഗി ആയിരുന്നുവോ അത്രയും വൈരാഗിയും തപസ്വിയും ആയിരുന്നു. മമ്മയെ ഞാൻ രാധയുടെ രൂപത്തിൽ കണ്ടു, സരസ്വതിയുടെ രൂപത്തിൽ കണ്ടു, കാളിയുടെ രൂപത്തിൽ കണ്ടു, ജഗദംബയുടെ രൂപത്തിലും കണ്ടു. ശിക്ഷണ രീതി. ബാബ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരുമിച്ചായിരുന്നു നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത്. ആർക്കെങ്കിലും വ്യക്തിപരമായി ഉപദേശം കൊടുക്കേണ്ട ആവശ്യം വന്നാൽ അവർക്ക് ബാബ എഴുതി കൊടുക്കുമായിരുന്നു. എന്നാൽ മമ്മിയുടെ നിർദ്ദേശ രീതി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. മമ്മ ആ കുട്ടിയുടെ ചെവിയിൽ പറയുമായിരുന്നു, അല്ലെങ്കിൽ സൂചന കൊടുത്ത് വളരെ സ്നേഹത്തോടെ പറയുമായിരുന്നു. ആരിൽ നിന്നെങ്കിലുമുള്ള കേട്ടുകേൾവിയുടെ ആധാരത്തിൽ മമ്മ അവർക്ക് ശിക്ഷ നൽകിയിരുന്നില്ല. മമ്മ അവർക്ക് സമയം കൊടുത്ത് സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഇതും ആശ്ചര്യകരമായിരുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ് മമ്മ ശിക്ഷണം നൽകിയത് എന്ന് തോന്നുക പോലും
ചെയ്യില്ലായിരുന്നു. ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുമായിരുന്നു, മമ്മ എന്നോട് എന്ത് പറയുന്നുവോ അത് എൻ്റെ നല്ലതിനു വേണ്ടിയാണ് എന്ന്. ബാബയുടെ ശിക്ഷണ രീതി വളരെ ശക്തിശാലി ആയിരുന്നതിനാൽ അവ കേൾക്കാനും മനസ്സിലാക്കാനും ശക്തി വേണമായിരുന്നു. ശക്തിശാലിയായ ആത്മാവിനെ ബാബയുടെ ശിക്ഷണം ഗ്രഹിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇക്കാരണത്താൽ ഏതെങ്കിലും കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ബാബ കുട്ടിയോട് നേരെ പറയാതെ ആ കുട്ടിയെ അടുത്ത് നിർത്തി മമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്കും മനസ്സിലാകും, ഞാൻ കാരണമാണ് മമ്മയ്ക്ക് ഇത്രയും കേൾക്കേണ്ടി വന്നു എന്ന്. പിന്നീട് ആ കുട്ടി മമ്മയോട് തൻ്റെ തെറ്റ് തുറന്നു പറയുകയും പിന്നീടത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. സമ്പ്രദായ രീതി, മാന്യത, സംസ്കാരങ്ങളുടെ ജനനി. മമ്മ ഒരിക്കലും ബാബയെ സാധാരണ രീതിയിൽ കണ്ടിരുന്നില്ല. ബാബയുടെ ഓരോ കാര്യങ്ങൾക്കും പൂർണ്ണ ബഹുമാനം കൊടുത്ത് അവയെ പൂർണ്ണമായും പരിപാലിച്ചിരുന്നു. പല കുട്ടികളും ബാബയുടെ കാര്യങ്ങളെ വളരെ സാധാരണ രീതിയിൽ എടുത്തിരുന്നു എങ്കിലും മമ്മ എല്ലാ കുട്ടികളെയും ഇരുത്തി മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ബാബയെ സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കുന്ന കടുത്ത തെറ്റ് ഒരിക്കലും ചെയ്യരുത് എന്ന്. ബാബയുടെ ഓരോ വാക്കുകളും വളരെ അമൂല്യമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങളെ മാന്യതയും അച്ചടക്കവും മമ്മ പഠിപ്പിച്ചിരുന്നു. മമ്മയുടെ സംസാര രീതി വളരെ ബഹുമാനവും സ്നേഹവും മാധുര്യവും നിറഞ്ഞതായിരുന്നു. മമ്മ ഞങ്ങളെ സമ്പ്രദായ രീതിയും മാന്യതാ സംസ്കാരവും പഠിപ്പിച്ച് യോഗ്യരാക്കുകയും ഒരു അമ്മയായി ഞങ്ങൾ കുട്ടികളെ ഗുണങ്ങളാൽ അലങ്കരിച്ച് ബാബയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. യജ്ഞ മാതാവാകാൻ മമ്മയ്ക്കുണ്ടായിരുന്ന വിശേഷതകൾ. മമ്മയെ ഞാൻ കാണുന്ന കാലം മുതലേ മമ്മയിൽ ശ്രീ ലക്ഷ്മിയുടെ ലക്ഷണങ്ങൾ സ്പഷ്ടമായും കാണാൻ കഴിഞ്ഞിരുന്നു. മമ്മ സർവ ദൈവിക ഗുണങ്ങളാലും സമ്പന്നം ആയിരുന്നു. ദേഹത്തിൽ നിന്ന് വേറിടുവാനുള്ള അഭ്യാസത്തിൽ മമ്മ വളരെ ശ്രദ്ധാലുവായിരുന്നു. അശരീരിയായി മാറാനുള്ള മമ്മയുടെ അഭ്യാസ രീതി ഞങ്ങൾക്കും പഠിക്കുന്നതിന് വളരെ പ്രയോജനപ്പെട്ടിരുന്നു. മമ്മയുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നതിനു വേണ്ടി ആരെല്ലാം വന്നാലും അവർ നിശബ്ദരായി പോകുമായിരുന്നു. അഥവാ കൂടുതൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. പവിത്രതയുടെ വ്യക്തിത്വം, രാജകീയത, ത്യാഗം, ഉത്തരവാദിത്വ ബോധം ഇവയിൽ മമ്മ സദാ നമ്പർ 1 ആയിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ പരിവർത്തനം സ്വയത്തിൽ കൊണ്ടുവരിക വളരെ വലിയ വിശേഷതയായിരുന്നു. മമ്മ ബാബയുടെ വിശ്വസ്തയായ കുട്ടിയായി കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ഞങ്ങൾ എല്ലാ യജ്ഞവത്സരുടെയും അലൗകിക മാതാവായി കടമയും ഉത്തരവാദിത്വത്തിൻ്റെ പാർട്ടും
നിർവഹിക്കുകയും ചെയ്തു. മമ്മയുടെ മുഖത്തു നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകളും മാർഗദർശകങ്ങളായിരുന്നു. കേൾക്കുന്നവർക്കെല്ലാം അവ വരദാനങ്ങളായിരുന്നു. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകുമായിരുന്നു. ഇത് മമ്മയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് മമ്മ ഇത്രയും പ്രയത്നിക്കുന്നത്. മമ്മയുടെ മുത്തശ്ശൻ്റെയും മുതുമുത്തശ്ശൻ്റെയും പ്രായത്തിലുള്ളവർ പോലും മമ്മയെ അഭ്യുദയകാംക്ഷി എന്ന് മനസ്സിലാക്കി അമ്മ എന്ന് വിളിച്ചിരുന്നു. കുട്ടികളെ ഗുണവാന്മാരാക്കുകയും സഭ്യത പഠിപ്പിക്കുകയും ചെയ്യേണ്ട ജോലി ഒരു ആദർശയായ മാതാവിന് ഉള്ളതാണ്. ഈ ഉത്തരവാദിത്വം മമ്മ പൂർണ്ണമായും നിറവേറ്റിയിരുന്നു. മമ്മയുടെ ആത്മീയ സ്വരൂപം. മമ്മ ദിവസവും മുരളി വായിച്ചിരുന്നു, അല്ലെങ്കിൽ ടേപ്പ് മുഖാന്തരം കേട്ടിരുന്നു. രാത്രി 11 മണിയായാലും ശരി, അടുത്ത ദിവസത്തെ മുരളി കേട്ടിട്ടേ മമ്മ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. കർത്തവ്യങ്ങളിൽ എത്രയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവോ അത്രയും തന്നെ ഈശ്വരീയ പഠിത്തത്തിലും പ്രതിജ്ഞാബദ്ധമായിരുന്നു. ആശുപത്രിയിൽ പോലും മമ്മ ദിവസവും മുരളി കേട്ടിരുന്നു. മമ്മയെ സദാ ജാഗരൂകയും കൃത്യത ഉള്ളവരുമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ക്ഷീണിച്ച കണ്ണുകളോടെ മമ്മയെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിരുന്നില്ല. മമ്മയുടെ കണ്ണുകൾ സദാ ബാബയുടെ ഓർമ്മയിൽ മഗ്നമായി കണ്ടു. മമ്മയിൽ ഇത്രയും വിനയഭാവമുണ്ടായിരുന്നു. മാതാപിതാവിൻ്റെ ഓർമ്മയും സ്നേഹവും നമസ്കാരവും എന്ന് എപ്പോൾ ബാബ പറയുന്നുവോ അപ്പോൾ മമ്മ സ്വയം മാതാവാണെന്ന് കരുതിയിരുന്നില്ല. മുകളിലാണെന്ന സൂചനയിൽ ആ മാതാപിതാവിനോട് സ്നേഹവും ഓർമ്മയും എന്നും പറയുമായിരുന്നു. മമ്മ കേവലം ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിലും പാലന കൊടുക്കുന്നതിലും മാത്രമേ സ്വയത്തെ അമ്മയായി കണ്ടിരുന്നുള്ളൂ. മമ്മ അമ്മ എന്ന പദവി സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ അമ്മയുടെ കർത്തവ്യങ്ങൾ ഏറ്റെടുത്ത് അവയെ പൂർണ്ണമായും നിറവേറ്റിയിരുന്നു. ബാബയുടെ അടുത്ത് മമ്മ ഒരു ചെറിയ കുട്ടിയായും യജ്ഞവത്സരുടെയും ഭക്തരുടെയും മുമ്പിൽ ആദിദേവി ജഗദംബ മാതാവിൻ്റെ രൂപം ധാരണ ചെയ്തിരുന്നു. അത്രയും മഹത്വമുണ്ടായിരുന്നു ഞങ്ങളുടെ സരസ്വതി മാതാവിന്.